പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ഡയറക്ടറും സംഘപരിവാർ സഹയാത്രികനുമായ കെ.എൻ. ആനന്ദകുമാറിന് തിരിച്ചടി. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തട്ടിപ്പിന്റെ സൂത്രധാരൻ ആനന്ദകുമാറാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളിയതിനെ തുടർന്നാണ് ആനന്ദകുമാർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൃദ്രോഗിയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുമായിരുന്നു വാദം. പണം ട്രസ്റ്റിന്റെ അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളതെന്നും സാമ്പത്തിക ഇടപാടുകളിൽ തനിക്ക് നേരിട്ട് പങ്കോ അറിവോ ഇല്ലെന്നും ജാമ്യാപേക്ഷയിൽ ആനന്ദകുമാർ വാദിച്ചു. എന്നാൽ ജാമ്യാപേക്ഷയെ സർക്കാർ ശക്തമായി എതിർത്തു. തട്ടിപ്പിനെക്കുറിച്ച് മുൻകൂട്ടി എല്ലാ അറിവും ആനന്ദകുമാറിനുണ്ടായിരുന്നു എന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. സാമ്പത്തിക ഇടപാടുകളിൽ അടക്കം ആനന്ദകുമാറിന് പങ്കുണ്ടായിരുന്നുവെന്നും സാമ്പത്തിക തട്ടിപ്പ് ആനന്ദകുമാറിൻ്റെ അറിവോടെയായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. പോലീസ് വാദങ്ങൾ അംഗീകരിച്ചാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ തള്ളിയത്. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ ആനന്ദകുമാർ നിലവിൽ റിമാൻഡിലാണ്. അറസ്റ്റിലായതിനു പിന്നാലെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടപടിയെ ഹൈക്കോടതി വാദത്തിനിടെ വിമർശിച്ചിരുന്നു. കോടതിയിലേക്ക് കൂളായി നടന്നുവരുന്ന ഉന്നതരായ പ്രതികൾ കോടതിയിലെത്തുമ്പോൾ കുഴഞ്ഞു വീഴുന്ന പതിവ് പരിപാടി അവസാനിപ്പിക്കണം എന്നായിരുന്നു ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ്റെ വിമർശനം. പാതിവില തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയാണ് സംഘപരിവാർ സഹയാത്രികനായ ആനന്ദകുമാർ. പാതിവിലയ്ക്ക് സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി കോടികൾ പിരിച്ചെടുത്തു എന്നതാണ് കേസ്. വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റങ്ങളാണ് ആനന്ദകുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.